ആദ്യത്തെ ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്ടഡ് ഫോർ ദി കോമ്പറ്റീഷൻ. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്ടഡ് ഫോർ ദി കോമ്പറ്റീഷൻ. ആൻസർ വരുന്നത് ഈസ് ആണ്. വൺ ഓഫ് ദ പീപ്പിൾസ് ഈസ് സെലക്ടഡ് ഫോർ ദി കോമ്പറ്റീഷൻസ്. പ്യൂപ്പിൾസിൽ ഒരെണ്ണം ആണ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സെലക്റ്റഡ് ആയത്. അപ്പോൾ ഒരെണ്ണം ആവുമ്പോൾ നമുക്കിവിടെ ഈസ് ആണ് യൂസ് ആവുന്നത്. The postman dash lives in the village is very old. Who ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Postman who lives in the village is very old. വില്ലേജിൽ താമസിക്കുന്ന പോസ്റ്റ്മാൻ വളരെ പ്രായമുള്ള ആളാണ്. ഈ വില്ലേജിൽ താമസിക്കുന്ന പോസ്റ്റ്മാൻ അതാരാണാവോ ആ പുള്ളി പ്രായമുള്ള ഒരാളാണ് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. സോ ഹൂ ആണ് ഇവിടെ വരുന്നത്. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. അതായത് മാത്തമാറ്റിക്സിൽ സാം വളരെ അഗ്രഗണ്യനാണെന്നോ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നോ അർത്ഥം വരും. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അറ്റ് ആണ്. അറ്റ് മാത്തമാറ്റിക്സ്. സാം മാത്തമാറ്റിക്സ് ഗുഡ് ആണ്. സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. Choose the meaning of the Latin word viva voce. Viva voce ന്റെ മീനിങ്. viva voce എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഓറലി. നമുക്ക് ഓർത്തിരിക്കാനായിട്ട് വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓറലി അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആണ് ചോദിക്കുന്നത്. വായ്മൊഴിയായിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. സോ ഓറലി എന്ന് വെച്ചാൽ വായ്മൊഴിയായി പറയുക എന്നാണ് അർത്ഥം. സോ നമുക്ക് വൈവ വായ്മൊഴിയായി പറയുന്നു, ഓറലി എന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. എ സ്റ്റുഡൻറ് ഹൂ സ്റ്റേസ് എവേ ഫ്രം സ്കൂൾ വിത്തൗട്ട് ടെല്ലിങ് ഹിസ് ഓർ ഹെർ പേരൻസ്. കുട്ടികൾ പേരൻസിൻ്റെ അടുത്ത് പറയാതെ സ്കൂളിലേക്ക് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിലേക്കൊന്ന് പറഞ്ഞിറങ്ങിയിട്ട് സ്കൂളിലേക്ക് പോകാതെ ഇരിക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ട്രൗണ്ട് ആണ്. ട്രൗണ്ട്. A student who stays away from school without telling his or her parents. Trount ആണ് വരുന്നത്. A student who stays away from school without telling his or her parents. Trount. അപ്പം ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷ് വേർഡ്സിൽ എന്തെങ്കിലും ഉച്ചാരണ തെറ്റുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. എനിക്കത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, ടീച്ചർ said to Jack, don't be late again tomorrow. Choose the suitable sentence in indirect speech. Teacher said to Jack, don't be late again tomorrow. നാളെയും നീ ലേറ്റ് ആയിട്ട് വരരുത്. ഇന്നത്തെ പോലെ നാളെയും ലേറ്റ് ആയിട്ട് വരരുതെന്ന് ജാക്കിനോട് ടീച്ചർ പറഞ്ഞു. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആക്കണം. ടീച്ചർ എന്ന പേഴ്സൺ ജാക്ക് എന്ന സ്റ്റുഡൻറ്റിനോട് പറയുകയാണ് നാളെയും നീ ലേറ്റ് ആകരുത്. സോ അതവിടെ ഒരു വാണിംഗ് ആയിട്ടാണ് പറയുന്നത്. സോ നമുക്കിവിടെ വാണിംഗ് ബേസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സെഡും വേണ്ട, ടോൾഡും എടുക്കണ്ട. പിന്നെ ബിയും സിയിലുള്ളത് ടീച്ചർ വാണ്ട് ജാക്ക് ദാറ്റ് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ടുമോറോ. അതുപോലെ ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ നമ്മളിത് ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുകയാണെന്നുകൊണ്ട് നമുക്ക് ടുമോറോ എന്നുള്ളത് യൂസ് ചെയ്യണ്ട. സോ നെക്സ്റ്റ് ഡേ ആണ് കറക്റ്റായിട്ട് വരിക. ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. മിസ്സസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. മിസ്സസ് നളിനി അവരുടെ ചിൽഡ്രനെ സത്യസന്ധമായിട്ടാണ് വളർത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. സോ വളർത്തിയിരിക്കുക എന്നുള്ളത് റേസ്ഡ് എന്നർത്ഥം വരുന്നു. സോ അതിന് വരുന്ന ആൻസർ ബ്രോട്ടപ്പ് ആണ്. മിസ്സസ് നളിനി brought up her children to be truthful. Pick out the word which is not a synonym of enormous. Synonyms അതായത് പര്യായ പദം. എനോർമസ് എന്ന വേർഡിന്റെ പര്യായ പദം അല്ലാത്ത വേർഡ് ഏത്? എനോർമസ് എന്ന വേർഡിന്റെ പര്യായ പദം തന്നിരിക്കുന്നവയിൽ ടൈനി എന്ന വേർഡാണ്. എനോർമസിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? ഹ്യൂജ്, ജയന്റ്, ഇമ്മൻസ്. തന്നിരിക്കുന്നവയിൽ സിനോണിംസ് അല്ലാത്തത് ടൈനി. ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്.
കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം മെയിൽ അയച്ചേനെ. സോ വുഡ് ഇപ്പോൾ പാസ്റ്റ് ടെൻസിലാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഇവിടെയും പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. വാസ് യൂസ് ചെയ്യാം. പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് നമുക്ക് ഈസും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈസ് പ്രസൻറ്റ് ടെൻസ് ആണ്. ബി യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാസും യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പാസ്റ്റ് ടെൻസിൽ വരുന്ന വേർഡ് വാസ് ആണ്. ഇഫ് ദ കമ്പ്യൂട്ടർ വാസ് ഓൺ, കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നുവെങ്കിൽ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്, അദ്ദേഹം ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നേനെ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലതാണ്. ഡാഷ് ഇൻ ടൈം, അതായത് സമയത്തിന് വരുന്നതാണ് നിനക്ക് നല്ലത്. സോ യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം, സമയത്തിന് വരിക അല്ലെങ്കിൽ സമയത്തിന് വരുന്നതാണ് നല്ലത്, അങ്ങനെ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. ബിസിനസ് ഹാസ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ്. ചൂസ് ദ മീനിങ് ഓഫ് ദ ഐഡിയം ഡോഗ് ഈറ്റ് ഡോഗ്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഐഡിയമിൻ്റെ മീനിങ് കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ്, അതായത് ബിസിനസ് ഇപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റിറ്റീവ് ഫീൽഡിലാണ് എന്ന അർത്ഥത്തിലാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഐഡിയം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഐഡിയമിൻ്റെ മീനിങ് കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ്. $100 ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ. ഈസ് ആണ് വരുന്നത്. $100 ഈസ് എ ഹൈ പ്രൈസ് ടു പേ. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. മിസ്റ്റർ ജോൺ എല്ലാ ദിവസവും ലെറ്റർ എഴുതാറുണ്ട്. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമുക്കിവിടെ റൈറ്റ്സ് യൂസ് ചെയ്യാം. മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവറി ഡേ. മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവറി ഡേ. വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് അഡ്ജക്റ്റീവ് ബാഡ്? ബാഡ് എന്ന അഡ്ജക്റ്റീവിൻ്റെ കമ്പാരിറ്റീവ് ഫോം വേഴ്സ്. നമുക്ക് വേഴ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നതിന് പകരം നമ്മൾ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, വേഴ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടില്ലേ. ബാഡിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് വേഴ്സ് എന്നുള്ളത്. ടോം റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ. ടോം അദ്ദേഹത്തിൻ്റെ റെസിറ്റേഷന് വളരെ ഉയർന്ന ഒരു കോംപ്ലിമെൻറ്റ്സ് ലഭിച്ചു എന്നതാണ്. കോംപ്ലിമെൻറ്റ്സിൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് വരുന്നത് ഡി ആണ്, കോംപ്ലിമെൻറ്റ്സ്. COMPLIMENTS, കോംപ്ലിമെൻറ്റ്സ്. ടോം റിസീവ്ഡ് റിച്ച് കോംപ്ലിമെൻറ്റ്സ് ഫോർ ഹിസ് റെസിറ്റേഷൻ. We were enchanted by him. Choose the active voice of the sentence. We were enchanted by him. He enchanted us. അതാണ് ആൻസർ. We were enchanted by him എന്നതിൻ്റെ ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ he enchanted us എന്ന് ആൻസർ വരും. പ്രിൻസ്, പ്രിൻസസ്, അതായത് പുല്ലിംഗം പ്രിൻസ്, സ്ത്രീലിംഗം പ്രിൻസസ്. ഡ്യൂക്ക് പുല്ലിംഗമായിട്ട് വന്നാൽ സ്ത്രീലിംഗം ഡച്ചസ്. ഡ്യൂക്ക് എന്നാലൊരു നാടുവാഴി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഡച്ചസ് എന്ന് പറയുമ്പോൾ നാടുവാഴിയുടെ സ്ത്രീലിംഗമായിട്ട് വരും ഡച്ചസ്. നാടുവാഴിയുടെ വൈഫിനെ നമുക്ക് ഡച്ചസ് എന്ന് പറയാം. സോ പ്രിൻസ്, പ്രിൻസസ്, ഡ്യൂക്ക്, ഡച്ചസ്. അടുത്ത ക്വസ്റ്റ്യൻ. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ഡാഷ്. ഡു ദേ. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ഡു ദേ. ഇവിടെ നമുക്ക് ഡോണ്ട് ദേയും ഡിഡിൻ്റെയും യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു വേർഡ് പോസിറ്റീവ് വേർഡാണ്. അതായത് ഇവിടെ ഡോണ്ട് ദേ, ഡിഡിൻ്റെ എന്നൊക്കെ വരുമ്പോൾ നെഗറ്റീവ് വേർഡ്സിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്. അതുപോലെ ഈ ഒരു വേർഡ് പാസ്റ്റ് ടെൻസും അല്ല, അതുകൊണ്ട് ഡിഡ് ദേ എന്നുള്ളതും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡു ദേ എന്ന വേർഡ് വരുന്നത്. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. ഡു ദേ. റൈറ്റ് ദി പ്ലൂറൽ ഫോം ഓഫ് ദി കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. സൺ ഇൻ ലോ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. സൺസ് ഇൻ ലോ ആണ് പ്ലൂറൽ ഫോമായിട്ട് വരുന്നത്. റൈറ്റ് ദി പ്ലൂറൽ ഫോം ഓഫ് ദി കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. സൺസ് ഇൻ ലോ. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്.
ഫിനോമിന. ഫിനോമിനയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. PNEUMONIA. PNEUMONIA. ഫിനോമിന. Rewrite the following sentence using so, dash, that the germ is too small to be seen with a naked eye. ഈ ഒരു വേർഡിനെ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? The germ is so small that it cannot be seen with a naked eye. The germ is so small that it cannot be seen with a naked eye. The germ is too small to be seen with a naked eye എന്നതിനെ നമുക്ക് the germ is so small that it cannot be seen with a naked eye എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. നമുക്ക് എന്താണോ റിയലി നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, അതിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു നാണം അല്ലെങ്കിൽ എംബാരസ്മെൻറ്റ്, ലജ്ജ, അങ്ങനെയുള്ള ഫീലിങ്സ്. ആ ഒരു ഫീലിങ്സിനെ പറയുന്ന വേർഡ് എന്താണെന്നാണ് ചോദ്യം. ഇൻഹിബിഷൻ ആണ്. ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണം, പക്ഷെ നമുക്കൊരു നാണം അല്ലെങ്കിൽ നമുക്കൊരു ലജ്ജ ഉള്ളതുകൊണ്ട് നമ്മളെ അതിൽ നിന്നും അത് തടയുന്നു, ആ ഒരു ഫീലിങ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ പറയുന്നതാണ് ഇൻഹിബിഷൻ എന്നുള്ളത്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ ദ ഗിവൺ ബിലോ സെൻറ്റൻസ്. നെയ്തർ ഓഫ് ദം ഡാഷ് മീ. അവരിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ലവ്സ്. നെയ്തർ ഓഫ് ദം ലവ്സ് മീ. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. നെയ്തർ ഓഫ് ദം ലവ്സ് മീ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ്, my uncle met with an accident, he said. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ഇതിനെ മാറ്റണം. പുള്ളിക്കാരൻ പറഞ്ഞു, അയ്യോ എൻ്റെ അങ്കിളിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. സോ ഇവിടെ നമുക്ക് പുള്ളിയുടെ അങ്കിളിന് സംഭവിച്ചതായിട്ട് പുള്ളി ക്രൈഡ് ആയിരിക്കും. കാരണം പുള്ളി ഉടനെ ആദ്യമേ തന്നെ ഒരു വികാരം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. ബി ആണ് ഓപ്ഷൻസിൽ എടുക്കാൻ പറ്റുന്നത്. He cried out that his uncle had met with an accident. ഇതിൽ ഡി ഓപ്ഷൻ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. കാരണം അങ്കിൾ അലാസ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് എന്നാണ്. അങ്കിൾ അലാസ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. ടോൾഡും നമുക്ക് ഒഴിവാക്കാം. ഒരു എക്സ്ക്ലമേഷൻ ഇട്ടിട്ടുണ്ട്. സോ എയും ഡിയും നമുക്കിവിടെ ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ടോൾഡും ഉള്ളത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ക്രൈഡ് ആണ് നമുക്ക് വരുന്നത്. He cried out that his uncle had met with an accident. Change the following sentence into superlative degree. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോമിലോട്ട് മാറ്റുക. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. ഇതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. അത് മറ്റുള്ളതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ്സ് ആണ് ഏറ്റവും ഫാസ്റ്റ് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ദി ബ്ലാങ്ക്സ് ഗിവൺ ബിലോ. കറക്റ്റ് തന്നിരിക്കുന്നവയിൽ കറക്റ്റ് പ്രിപ്പോസിഷൻസ് തിരഞ്ഞെടുക്കുക. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദി കോമ്പൗണ്ട് വാൾ. ദി ബർഗ്ലർ ജംപ്ഡ് ഓവർ ദി കോമ്പൗണ്ട് വാൾ. ദി ബർഗർ ജംപ്ഡ് ഓവർ ദി കോമ്പൗണ്ട് വാൾ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഐഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ഈ ഒരു ഐഡിയമിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. Tie yourself up in knots. Become very confused when you are trying to explain something. Tie yourself up in knots എന്ന ഐഡിയമിൻ്റെ മീനിങ് become very confused when you are trying to explain something. Complete the following sentence using suitable articles. On dash way we saw dash one-eyed beggar. ആൻസർ ദ എ എന്നുള്ളതാണ്. ഓൺ ദി വേ വി സോ എ വൺ-ഐഡ് ബെഗർ എന്നുള്ളത്. വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദി അബ്രിവേഷൻ ഗിവൺ ബിലോ? AM. AM എന്നതിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ മീനിങ് ഓഫ് അബ്രിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ ആണെങ്കിൽ AMൻ്റെ എക്സ്പാൻഷനാണ് ആൻറ്റി മെറീഡിയ. മീനിങ് ആണ് ബിഫോർ മിഡ് ഡേ എന്നുള്ളത്.
What is the expansion and meaning of abbreviation AM? Ante-meridian, before midday. Find out the synonym of the word feud. Feud എന്ന വേർഡിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വാറൽ ആണ് വരിക. ഫ്യൂഡ്, ക്വാറൽ. സിനോണിം പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂഡ്, ക്വാറൽ. ഫ്യൂഡിൻ്റെ സിനോണിമാണ് ക്വാറൽ.